നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് എത്തിയിരിക്കുന്നു. 2-1 വിജയമാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത്. ആദ്യ പകുതി ഗോൾ രഹിതമായി നിന്നതിന് ശേഷം രണ്ടാം പകുതിയിൽ വിഷ്ണു PVയിലൂടെ ഗോളടി തുടങ്ങിയത് ഈസ്റ്റ് ബംഗാളാണെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് നോഹ് സദോയിയുടെ കിടിലനൊരു ഗോള്, മികച്ചൊരു നീക്കത്തിനൊടുവിലാണ് ആ ഗോള്. പിന്നെ പെപ്രയുടെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോട്ടിലൂടെ അദ്ദേഹം കുറിച്ച ഗോൾ, അതാണ് ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. വിജയം തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നത്. ആരാധകർ വലിയ സന്തോഷത്തിലുമാണ്. പക്ഷേ ആ ഘട്ടത്തിലും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ഒന്ന് അപഗ്രഥിച്ചാൽ ഈ വിജയം അത്രത്തോളം കൺവിൻസിങ് ആണോ എന്നതൊരു ചോദ്യമാണ്. ഇപ്പോൾ പലരും ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ സമയത്തും വന്ന് നെഗറ്റീവ് അടിക്കല്ലടോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. കളിയിൽ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധിപത്യമായിരുന്നു. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആ ഘട്ടത്തിലാണ് ഹീസസ് ഹിബിനസിൻ്റെ കിടിലനൊരു ഷോട്ട് പോസ്റ്റിലടിച്ചു പോയത്. അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ കാര്യം മാറി മറിഞ്ഞേനെ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പിന്നീട് അവരുടെ നെർവ്സൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയതിന് ശേഷം ഈസ്റ്റ് ബംഗാൾ ആക്രമിക്കുന്ന കാഴ്ച, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏരിയയിലേക്ക് നിരന്തരം അവർ ആക്രമണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് സച്ചിൻ്റെ മികവ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ച് കൊണ്ടുപോയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അങ്ങനെയൊരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുന്നത്. രക്ഷിച്ചു സച്ചിൻ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനും ഗോളടിക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ KP അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിന് ഗോളടിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നല്ലോ. ആ ക്രോസ് വന്നപ്പോൾ ഒന്ന് തലവെച്ച് കൊടുത്താൽ അത് ഗോളാകുമായിരുന്നു. കാരണം ആ ക്രോസിൽ തന്നെ പേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അൺമാർക്കഡായിട്ട് നിൽക്കുകയുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അത് ഗോളാക്കിയിരുന്നെങ്കിൽ രാഹുലിൻ്റെ കോൺഫിഡൻസ് വളരെയധികം മികച്ച രൂപത്തിലേക്ക് മാറുമായിരുന്നേനെ, ഒരു സംശയവുമില്ല. ബട്ട് വരും, ഇനിയും മൊമെൻറ്റുകൾ വരും എന്ന് തന്നെ നമുക്ക് കരുതാം. ആദ്യ പകുതി അങ്ങനെ പോയി. ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് ഒരല്പമെങ്കിലും മികച്ച് നിന്നത് ആദ്യത്തെ 10-20 മിനിറ്റുകൾക്ക് ശേഷം എന്ന് പറയേണ്ടി വരും. രണ്ടാം പകുതിയിൽ അവർ ആ ഗോളടിച്ചല്ലോ, വിഷ്ണു PVയുടെ ഗോള്. ദിമിത്രിയോസ് ഡയമൻഡോസിൻ്റെ മികച്ച അൺസെൽഫിഷ് ആയിട്ടുള്ളൊരു പാസിൽ നിന്നാണ് ആ ഗോള് വരുന്നത്. ആ ഗോള് വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഉണരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ശരിയാണ്. അതിന് ശേഷം നോഹിൻ്റെ ഗോള് വരുമ്പോൾ അത് ഒരർത്ഥത്തിൽ ഗോൾ കീപ്പറുടെ കാലുകൾക്കിടയിലൂടെ പോകുന്നു. ഗോളിയുടെ മിസ്റ്റേക്ക് എന്ന് ചിലരെങ്കിലും അതിനെ വിലയിരുത്തുന്നുണ്ടെങ്കിലും നോഹിൻ്റെ ഒരു മാജിക്കൽ മൊമെൻ്റ് തന്നെയായിരുന്നു അത്. റാക്കിപ്പിനെ അദ്ദേഹം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ബോളുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് എത്തുന്നതും സുന്ദരമായിട്ട് റാക്കിപ്പിനെ കബളിപ്പിക്കുന്നതും. പിന്നീട് പന്ത് വലയിലേക്ക് അടിക്കുമ്പോൾ ഗില്ലിനത് തടയാമായിരുന്നു എന്ന് തോന്നി. കാലുകൾക്കിടയിലൂടെയാണ് പോയത്. ബട്ട് അത് മികച്ച ഫിനിഷിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയ ഗോളിൻ്റെ കാര്യം കൂടി ഒന്ന് പറയണം. വിജയ ഗോൾ വന്നത് യഥാർത്ഥത്തിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ്. 2 തവണ തുടർച്ചയായിട്ട് ബോൾ ക്ലിയർ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുകയാണ്. അവിടെയാണത് പ്രസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് പന്തെടുക്കുന്നത്. പന്ത് പിന്നെ പെപ്രയിലേക്ക് എത്തുന്നതും. പെപ്രയുടെ ഗോള് നമ്മളെടുത്ത് പറയണം. അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു, മികച്ച ഫിനിഷിംഗ് ആയിരുന്നു. അതിലാണ് ആ ഗോൾ പിറക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിലേക്കെത്തി. പിന്നെയും ഗോളടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ. നോഹിനൊക്കെ വീണ്ടും അവസരങ്ങൾ ലഭിച്ചിരുന്നു. അതുകൂടി അടിച്ചിരുന്നെങ്കിൽ മികച്ചൊരു മാർജിനായിരുന്നു തന്നെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും കളിക്കളത്തിൽ സംഭവിച്ചത്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷനിൽ മുന്നിലുള്ളത് ഈസ്റ്റ് ബംഗാളാണ്, 53, ബ്ലാസ്റ്റേഴ്സ് 47. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്ക് കളി വിലയിരുത്താൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ അതുകൂടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് 10, ഈസ്റ്റ് ബംഗാൾ 9. പക്ഷേ ഓൺ ടാർഗറ്റിൽ ബ്ലാസ്റ്റേഴ്സ് 2, ഈസ്റ്റ് ബംഗാൾ 4. കോർണർ 2 ടീമിനും 3 വീതം. യെല്ലോ കാർഡ് ഈസ്റ്റ് ബംഗാൾ 3 വാങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 1 വാങ്ങിയത്. ഏതായാലും 2-1 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഇനി ഒരു കൺക്ലൂഷൻ എന്ന രൂപത്തിൽ പറഞ്ഞാൽ ഈ വിജയം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് കൺവിൻസിങ് ആയിട്ടുള്ള വിജയമാണോ എന്ന് ചോദിച്ചാൽ അത്രയങ്ങ് കൺവിൻസിങ് അല്ല എന്ന ഫീലിംഗ് ആണ് ഉണ്ടായത്. സച്ചിൻ വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നെ നോഹിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പ്യുവർ മാജിക്കാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്.
അതേസമയം ഈസ്റ്റ് ബംഗാൾ പല ഘട്ടങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആക്രമണങ്ങളുമായിട്ട് വന്നു. അതിപ്പോൾ ദിവ്യയാണെങ്കിലും അതുപോലെ അവരുടെ വിഷ്ണു ഗോളടിച്ചതാണെങ്കിലും സൗൾ ക്രെസ്പോയുടെ ഒരു പ്രകടനം കൂടി നമ്മൾ പറയണം. അങ്ങനെ മികച്ച പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ചില ഘട്ടങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ബാക്ക് ഫുട്ടിലായി പോയിട്ടുണ്ട്. ശരിയാണ്, 90 മിനിറ്റ് ഇപ്പോൾ ഒരേ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് പറയുമ്പോൾ വിജയിച്ചു, ബട്ട് കൺവിൻസിങ് ആയിട്ടുള്ള രൂപത്തിലല്ല എന്ന ഫീലിംഗാണ് എനിക്കുണ്ടായിട്ടുള്ളത്. കുറച്ചുകൂടി ടീം ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന ഫീലിംഗാണ് ഉണ്ടായത്. ഇപ്പോൾ നോക്കുക, ബ്ലാസ്റ്റേഴ്സിന് 2 ഗോളുകൾ. ഒന്ന് നോഹിൻ്റെ ആ ഒരു കിടിലൻ മാജിക്കൽ നീക്കം, അതിൻ്റെ ഫലമായിട്ട് ഗില്ലിൻ്റെ മിസ്റ്റേക്ക് കൂടി ഉണ്ടെന്ന് വെച്ചു, എന്നാലും അത് മാജിക്കൽ പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. അതേസമയം പെപ്രയുടെ ഗോൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മിസ്റ്റേക്കിൽ ക്യാപിറ്റലൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഗോളാണ്. അദ്ദേഹത്തിൻ്റെ കിടിലൻ ഫിനിഷിങ്ങിൻ്റെ മികവ് കാണാതെ പോകുന്നുമില്ല. അപ്പം ഇവിടെ തീർച്ചയായിട്ടും മത്സരം വിജയിച്ചു, 3 പോയിൻ്റ് സ്വന്തമാക്കി, കോൺഫിഡൻസ് ഉണ്ട്, എന്നാൽ കൺവിൻസിങ് ആയ രൂപത്തിലല്ല എന്നാണ് പറയാൻ കഴിയുക. പിന്നെ തീർച്ചയായിട്ടും ഐഡിയാസ് ഉണ്ട്. കോച്ച് വളരെ അധികം പാഷനേറ്റായിട്ട് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ അദ്ദേഹത്തിന് ടീം വിജയിക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയധികം പാഷനേറ്റായിട്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ബട്ട് ഐഡിയാസ് അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ഇനിയും കൂടുതൽ താരങ്ങൾ അതിലേക്കൊരു ഇൻവോൾവ് ആയിട്ട് വരേണ്ടതുണ്ട്. ഒരു ക്ലാരിറ്റി, റോൾ ക്ലാരിറ്റിയൊക്കെ വരേണ്ടതുണ്ട് എന്നൊരു തോന്നലുണ്ടായി. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കാര്യത്തിൽ വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഫീലിംഗ്. എന്തായാലും അഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ മധ്യനിരയിൽ എങ്ങനെ കാര്യങ്ങൾ വരും എന്നുള്ളത് കൂടി ഇനി നമ്മൾ ഉറ്റുനോക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അഡ്രിയാൻ ലൂണ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു വിദേശ താരം പുറത്തു, അത് കോയഫാണ് പുറത്തു പോകുന്നതെങ്കിൽ എന്തായിരിക്കും മധ്യനിരയിൽ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ജെയ്ക്സനെ പോലുള്ള ഒരു ഇന്ത്യൻ താരത്തെ കൈവിട്ടതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ തെളിഞ്ഞു വരുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും മിക്കായൽ സ്റ്റാറെ എന്ന കോച്ചിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ചില സൂചനകൾ ലഭിച്ച മത്സരമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. 3 പോയിൻ്റ് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.